എൻ്റെ പ്രിയമുള്ളവരെ, 6 സ്വഭാവമുള്ള ഭാര്യയാണ് നിന്റെ ഭാര്യയെങ്കിൽ നിന്റെ വീടിൻ്റെ നന്മ നഷ്ടപ്പെട്ടു പോകും. അല്ലാഹു കാക്കുമാറാകട്ടെ. 6 സ്വഭാവമുള്ള ഭാര്യയാണ് നീ കെട്ടിക്കൊണ്ട് നിർത്തിയിരിക്കുന്നതെങ്കിൽ, 6 സ്വഭാവം നിന്റെ ഭാര്യക്കുണ്ടെങ്കിൽ നിന്റെ വീടിന്റെ ഐശ്വര്യം നഷ്ടപ്പെട്ടു പോകും. അല്ലാഹു കാക്കുമാറാകട്ടെ. അല്ലാഹു കാക്കുമാറാകട്ടെ. 6 ദുസ്വഭാവമുള്ള ഭാര്യ വീട്ടിലുണ്ടെങ്കിൽ ആ വീടിന്റെ ഐശ്വര്യം നഷ്ടപ്പെട്ടു പോകുമെന്ന അല്ലാഹു നമ്മുടെ ഭാര്യമാരെയൊക്കെ സാലിഹത്തുകളാക്കി തരുമാറാകട്ടെ. അല്ലാഹു സാലിഹത്തുകളാക്കി തരുമാറാകട്ടെ. വീടിന്റെ നന്മ നഷ്ടപ്പെടുത്തി കളയുന്ന 6 വിഭാഗം പെണ്ണുങ്ങളുണ്ട്. ഏതൊക്കെ സ്വഭാവം എന്നറിയോ? ഏതൊക്കെ? ഞാനൊരു 6 സ്വഭാവം പറയാം. നിങ്ങൾ നോക്ക്, നിങ്ങളുടെ ഭാര്യക്കുണ്ടോന്ന്. നിങ്ങളുടെ ഭാര്യക്കുണ്ടെങ്കിൽ തിരുത്തി കൊടുക്കണം. അല്ലാതെ ഇന്ന് വയലും കഴിഞ്ഞ് വീട്ടിൽ ചെന്നിട്ട് ഭിത്തി ചേർത്ത് തീർത്തിട്ട് അങ്ങാരി പറഞ്ഞ 6 സ്വഭാവം നിനക്കൊണ്ട് ചുമ്മാതല്ല നന്നാവാത്ത ഈ വീട് എന്ന് പറഞ്ഞിട്ട് തല്ലാനല്ല. ഭാര്യയ്ക്ക് ദുസ്വഭാവമുണ്ടെങ്കിൽ തിരുത്തി കൊടുക്കണം. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പറഞ്ഞുതരട്ടെ. വേണോ? നിങ്ങൾ പെണ്ണുവനും കെട്ടാത്ത നിങ്ങളെന്താ മക്കളെ വേണമെന്ന്? എന്റെ പ്രിയമുള്ളവരെ, 6 വിഭാഗം പെണ്ണുങ്ങൾ. ഒന്ന് ഞാൻ പെട്ടെന്ന് പറയാം. ഒന്ന്, നേരെ ഇരിക്കില്ല എല്ലാവരും, നേരെ ഇരി. ഒന്ന്, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങളുടെ ഭാര്യയ്ക്ക് സ്വഭാവം ഉണ്ടെന്ന് കരുതിയാൽ മതി. ഒന്ന്, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അഭിനയിക്കുന്ന പെണ്ണ് വീടിന്റെ നന്മ നഷ്ടപ്പെടുത്തും. അല്ലാഹു കാക്കുമാറാകട്ടെ. അഭിനയിക്കുന്ന പെണ്ണ് സീരിയൽ നടിയൊന്നുമല്ല, ആൽബത്തിൽ അഭിനയിക്കുന്ന പെണ്ണിനെ കുറിച്ചല്ല പറഞ്ഞത്. എന്റെ പ്രിയമുള്ളവരെ, എപ്പോഴും രോഗം നടിക്കുന്ന ഒരു ഭാര്യ, ഒരസുഖമില്ലെങ്കിലും അവൾ അഭിനയമാണ്. തന്റെ ഭർത്താവ് പറയും, 1 ഗ്ലാസ് ചായ ഇട്ട് തരാൻ പറഞ്ഞാൽ പറയും, നടുവേദനയൊക്കെ എന്നെ കൊണ്ട് പറ്റൂല, നിങ്ങൾ തന്നെ ഇട്ട് പിടിച്ചോ. എന്റെ പ്രിയമുള്ളവരെ, എപ്പോഴും രോഗം നടിക്കുന്ന ഒരു പെണ്ണ് വീടിന്റെ നന്മ നഷ്ടപ്പെടുത്തുന്നവളാണെന്ന് മഹാനായ സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു, അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തെ പെണ്ണ് ചെയ്ത നന്മകൾ അവൾ മറക്കത്തില്ല, എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. തന്റെ ജീവിതത്തിൽ ചെയ്ത നന്മകൾ അവൻ ഇങ്ങനെ പറയും. വിവാഹം കഴിഞ്ഞ് 15 കൊല്ലമായി അല്ലെങ്കിൽ 20 കൊല്ലമായി, മക്കളെയും കെട്ടിച്ചു, ഇപ്പോഴും വഴക്കു കൂടുമ്പോ പറയും, അതെ ഇങ്ങോട്ട് വന്നപ്പം വെറുതെ അല്ല വന്നത്, 25 പവനും 40 സെന്റുമായിട്ടാ ഞാൻ വന്നത്. ഈ വീട് ആര് കെട്ടിയ? എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് കെട്ടിയതാ. നിങ്ങളുടെ പെങ്ങന്മാരെ കെട്ടിക്കുന്ന സമയത്ത് എന്റെ കയ്യിൽ കിടന്നൊക്കെ ഊരി വിറ്റിട്ടാ കെട്ടിച്ചത്. എടാ, വാപ്പായും ഉമ്മായും മരിക്കാൻ കിടന്ന കാലം വരെ നോക്കിയത് ഞാനാ. അവള് മറന്നിട്ടില്ല. ചെയ്ത നന്മകൾ എടുത്തു പറയുന്ന പെണ്ണ് വീടിന്റെ ഐശ്വര്യം നഷ്ടപ്പെടുത്തി കളയും. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. മൂന്നാമത്തെ പെണ്ണ്, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അവൾക്ക് വീട് നോക്കാനും മക്കളെ നോക്കാനും ഭക്ഷണം വെക്കാനും ഭർത്താവിനെ നോക്കാനും ഒന്നും സമയമില്ല. 24 മണിക്കൂർ ഇങ്ങനെ ഒരുങ്ങുന്നവളാ. അല്ലാഹു കാക്കുമാറാകട്ടെ. ചില പെണ്ണുങ്ങളുണ്ട്, ഒരുക്കം എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ ഒരുക്കം. എന്റെ പ്രിയമുള്ളവരെ, ഒരുങ്ങണം. പെണ്ണ് ഭർത്താവിന്റെ മുന്നിലാണ് ഒരുങ്ങേണ്ടത്. പക്ഷേ ഒരുക്കം എപ്പോഴും ആയിപ്പോയാ പോയി. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 4ാമത്തെ ഭാര്യ, ഭർത്താവും ഭാര്യയും കൂടെ വെളിയിലിരിക്കാം. രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അയൽവാസിയായ ഒരു പെണ്ണും തന്റെ ഭർത്താവും എവിടേക്കോ പോകുന്നതിന് വേണ്ടി വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഇവള് ഭർത്താവിനോട് പറയുക, അതാ ഭർത്താവ് എന്ന് പറഞ്ഞാൽ അങ്ങാരെ പോലെ ഇരിക്കണം. കണ്ടില്ലേ? അങ്ങാരെ ബോഡി കണ്ടില്ലേ? ഗ്ലാമർ കണ്ടില്ലേ? സ്നേഹം കണ്ടില്ലേ? സ്വന്തം ഭർത്താവ് മുന്നിലിരിക്കുമ്പോൾ മറ്റൊരുത്തൻ ആഗ്രഹിക്കുന്ന ഭാര്യ നിന്റെ വീടിന്റെ ഐശ്വര്യം നഷ്ടപ്പെടുത്തി കളയും. അല്ലാഹു കാക്കുമാറാകട്ടെ. 5ാമത്തെ പെണ്ണ്, ഭർത്താവിന്റെ കയ്യിൽ വാങ്ങിക്കൊടുക്കാൻ പൈസയുണ്ടോ ഇല്ലേ അവക്കതൊന്നും അറിയണ്ട, കാണുന്നതൊക്കെ അവക്ക് വേണം, കാണുന്നതെല്ലാം വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന ഭാര്യ വീടിന്റെ നന്മ നഷ്ടപ്പെടുത്തും. 6ാമത്തെ പെണ്ണ്, എന്റെ പ്രിയമുള്ളവരെ, ഭർത്താവ് ശാരീരികമായി ബന്ധപ്പെടുന്നതിന് വേണ്ടി വിളിച്ചാൽ അവൾ പറയും, ഞാൻ കുളിച്ചിട്ടില്ല, എനിക്ക് ശുദ്ധിയില്ല, എനിക്ക് രോഗമായി എന്ന് പറഞ്ഞൊഴിവാകുന്നവളാ. അല്ലാഹു നമ്മുടെ ഭാര്യമാർക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, സ്വാലിഹായ മക്കളെ കിട്ടണമെങ്കിൽ ഒന്ന്, നല്ല കൃഷിയിടത്തിൽ വിളവിറക്കണം. അതുകൊണ്ട് മോനെ, പെണ്ണ് കെട്ടുന്ന സമയത്ത് നീ അവക്ക് ദീനുണ്ടോ എന്ന് നോക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോൾ, അല്ലാഹുവേ, രണ്ടാമതായിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരൻ പോയൊരു പെണ്ണ് കണ്ടു. അല്ലാഹുവേ, വിവാഹമുറപ്പിച്ചു. രണ്ടാമതായി ചെയ്യേണ്ട കാര്യം എന്തെന്നറിയുമോ? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, സ്വാലിഹായ സന്താനത്തെ കിട്ടണമെന്ന് നിനക്ക് മോഹമുണ്ടെങ്കിൽ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ലോകത്തെ
ആദ്യമായിട്ട് വിവാഹം നടന്നത് എവിടെ വെച്ചെന്നറിയുമോ? ലോകത്ത് ആദ്യമായിട്ട് വിവാഹം നടന്നത് നമ്മുടെ വാപ്പയായ ആദം നബി അലൈഹിസ്സലാം, നമ്മുടെ ഉമ്മയായ അല്ലാഹുവേ, നമ്മുടെ വാപ്പയുടെയും ഉമ്മയുടെയും വിവാഹം നടന്നത് പടച്ചവന്റെ സ്വർഗത്തിൽ വെച്ചാ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലത്ത് വെച്ചാണ് ലോകത്ത് ആദ്യമായിട്ട് വിവാഹം നടന്നത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, വിവാഹം എന്ന് പറഞ്ഞാൽ കളിക്കാറുള്ളതല്ല, അത് ജീവിക്കാനുള്ളതാ പൊന്നുമോര്, അത് സുഖിക്കാനുള്ളതാ പൊന്നുമോര്, അത് സ്വർഗത്തിൽ പോയാണ് സുഖിക്കേണ്ടത്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്, അസ്വാജുഹു ഫീ നിലാലിൻ അലൽ ലറായികി മുത്തഖിയൂൻ ലഹു ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ദഊൻ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്ത് യാസീനിൽ കാണാം, നാളെ ഒരു വാപ്പയും തന്റെ ഉമ്മയും തന്റെ മക്കളുടെ കയ്യിൽ പിടിച്ചു പടച്ചവന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിന്റെ, അതാ സ്വർഗത്തിലെ സ്വർണ്ണത്തിന്റെ ചാരുകസേരയിൽ ഒരു വാപ്പയും ഉമ്മയും തന്റെ മക്കളുടെ കയ്യിൽ പിടിച്ചിട്ട് അവിടെ ഇരുന്ന് സുഖിക്കുകയാണ്. അവരുടെ ചുറ്റുഭാഗം മുഴുവനും സ്വർഗത്തിലെ ഹൂറില്ലീങ്ങളായ പെണ്ണുങ്ങൾ ഇങ്ങനെ വളഞ്ഞു നിൽക്കുകയാ. അവർക്ക് എന്തേ വേണ്ടതെന്ന് ചോദിച്ചുകൊണ്ട്. അത് മാത്രമല്ല, അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ കവാടങ്ങളിലൂടെ കടന്നു വരുന്ന സർവ്വ മലക്കുകളുണ്ടല്ലോ, ഈ വാപ്പയെയും ഉമ്മയെയും മക്കളെയും നോക്കിയിട്ട് ആ മലക്കുകൾ പോലും പറയുന്ന അവര് പോലും സലാം പറയുകയാ. എല്ലാവരും ബഹുമാനിക്കുകയാണ്, എല്ലാവരും ബഹുമാനിക്കുകയാണ്. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരാ, ജീവിക്കേണ്ടത് സ്വർഗത്തിലേക്കാ പൊന്നുപോര്, അവിടെയാടാ പോയി സുഖിക്കേണ്ടത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ലോകത്ത് ആദ്യമായിട്ട് വിവാഹം നടന്നത് പടച്ചവന്റെ സ്വർഗത്തിൽ വെച്ചാ. അതുകൊണ്ട് നിന്റെ നിക്കാഹ് എവിടെ വെച്ച് നടത്തണമെന്നറിയുവോ? ഓഡിറ്റോറിയത്തിലല്ലടാ, നിന്റെ വീടിന്റെ മുന്നിലല്ലടാ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ലോകത്ത് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം അല്ലാഹുവിന്റെ പള്ളിയാ പോര്. പടച്ചവന്റെ പള്ളിക്കകത്ത് വെച്ചാ നിക്കാഹ് നടത്തേണ്ടത്, അല്ലാതെ ഓഡിറ്റോറിയത്തിൽ വെച്ചല്ല. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ഈ നാട്ടിൽ എത്രയോ ഹൈന്ദവ വിശ്വാസികളുണ്ട് പൊന്നുമോര്. ഞാനും നിങ്ങളും അവരുടെ കല്യാണത്തിൽ പങ്കെടുക്കുന്നവരാ. പണക്കാരനാകട്ടെ പാവപ്പെട്ടവനാകട്ടെ, അവരുടെ വിവാഹം നടത്തുന്നത് അമ്പലങ്ങളിൽ വെച്ചാണ്. ക്രിസ്തുമത വിശ്വാസികൾ അവരുടെ നിക്കാഹ് നടത്തുന്നത് പള്ളിയിൽ വെച്ചാ. കാരണം അവർക്കറിയാം, അവിടെ വെച്ച് നടത്തിയാലുണ്ടാകുന്ന മഹത്വം എന്താണെന്ന് അവർക്കറിയാം. പക്ഷേ നമുക്കറിയില്ലല്ലോ. അല്ലാഹുവേ, ഇന്നത്തെ വിവാഹങ്ങൾ എന്തെന്നറിയുമോ? ആർഭാടങ്ങളല്ലേ, അനാചാരങ്ങളല്ലേ, അഹങ്കാരം കാണിക്കാറ്, കുടുംബമഹിമ കാണിക്കാറ്, മത്സരം കാണിക്കാറ്, മറ്റുള്ളവന്റെ മുന്നിൽ പടച്ചവര് എന്റെ പൊന്നുമോളുടെ വിവാഹം ഇതുപോലെയാണെന്ന് കാണിക്കാ. ലോൺ എടുത്തിട്ടും പലിശക്കെടുത്തിട്ടും നിക്കാഹ് നടത്തുന്ന മാതാപിതാക്കളുണ്ടല്ലോ. അല്ലാഹുവേ, ഇന്നത്തെ വിവാഹങ്ങൾ ഈ സമുദായത്തിന് തന്നെ പേരുദോഷവാ, ഈ സമുദായത്തിന് തന്നെ നാണക്കേടാ. പടച്ചവനെ, ഇന്നത്തെ വിവാഹത്തിന്റെ ഓഡിറ്റോറിയങ്ങളിൽ നടക്കുന്ന അനാചാരങ്ങൾ എന്താ? പടച്ചവര്, താടിയുള്ളവനും ഹജ്ജ് ചെയ്തവനും ഉംറ ചെയ്തവനും ഇമാമും പ്രവാസകരും എല്ലാവരും ഈ വിഷയത്തിൽ കമന്മാരാ. പടച്ചവര്, വിവാഹത്തിന്റെ തലേ ദിവസം മുതൽ തുടങ്ങുകയാ മൈലാഞ്ചി എന്ന് പറയുന്ന ഒരു അനാചാരമുണ്ട്. പടച്ചവര്, പാതിരാത്രി 12 മണി വരെ അയൽവാസികളുടെ മുഴുവനും ഉറക്കം കെടുത്തുന്ന രീതിയിലുള്ള ആഘോഷമാ. അവിടെ കള്ളു കുടിക്കുന്നവരുണ്ട്, ആണും പെണ്ണും കിടന്ന് ഗാനമേളകൾ നടത്തിയിട്ട് ആഘോഷം നടത്തുന്ന വിവാഹങ്ങളുണ്ട്. പടച്ചവരെ, 12 മണിയായി ലക്കില്ലാതെ എവിടെയോ കിടന്നുറങ്ങുകയാ. അല്ലാഹുവേ, പിറ്റേ ദിവസം 7 മണിയാകുമ്പോഴാണ് വിവാഹം കഴിക്കേണ്ട പുതുമണവാള്, വിവാഹം കഴിക്കേണ്ട പുതുമണവാട്ടി പടച്ചവനെ എഴുന്നേക്കുന്നത് 7 മണിക്കാ. അന്ന് സുബഹി നിസ്കരിക്കുന്ന എത്ര പുതുമണവാളനുണ്ട്, എത്ര മണവാട്ടിയുണ്ട്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് സ്നേഹത്തോടെ പറയുകയാ, സുബഹി നമസ്കരിക്കാത്ത ദിവസം പെണ്ണുകെട്ടല്ലേ മോനെ, പെണ്ണുകെട്ടല്ലേ മോനെ. കാരണം അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, സുബഹി നമസ്കരിക്കാത്ത ദിവസം ഒരു മനുഷ്യൻ എന്തു ചെയ്താലും അത് നന്നാകില്ലെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ.
അല്ലാഹുവിന്റെ റസൂലാ പറഞ്ഞത്, സുബഹി നമസ്കരിക്കാത്ത ദിവസം നീ പെണ്ണ് കെട്ടല്ലോ, നന്നാവില്ലടാ മോനെ, ആഴത്തില്ലടാ മോനെ, നിനക്ക് സമാധാനമുള്ള ഒരു ജീവിതം നിനക്ക് കിട്ടൂല മോര്. 7 മണി വരെ കിടന്നുറങ്ങുമ്പോ ആരോ വന്ന് വിളിച്ചിട്ട് എടാ പറയുന്നു ഇന്ന് നിന്റെ കല്യാണപാടാ. ചെറുപ്പക്കാരൻ എഴുതേക്കുകയാണ്, പടച്ചവരെ 8 മണിയാകുമ്പോ 9 മണിയാകുമ്പോ അവന്റെ കൂട്ടുകാരെന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്, അവര് വീട്ടിലേക്ക് കടന്നു വരികയാ. എന്തിനാണ് വരുന്നതെന്നറിയുമോ? അവന് ഓർമ്മ വെച്ച കാലം മുതൽ കല്യാണത്തിന്റെ തലേ ദിവസം വരെ ആ പുതുമണവാളന് സ്വന്തമായിട്ട് കുളിക്കുന്നവനാ, അവന് സ്വന്തമായിട്ട് കുളിക്കാനറിയാ. പക്ഷേ വിവാഹത്തിന്റെ അന്ന് അല്ലാഹുവേ മയ്യത്ത് കുളിപ്പിക്കുന്നത് പോലെ ഒരു കുളിപ്പീരാ. പുതുമണവാളനെ കുളിപ്പിക്കാൻ ഒരു വിഭാഗം കടന്നു വരികയാ. എല്ലാം കുളിപ്പിച്ചു കഴിഞ്ഞു. പിന്നെ ഒരു റൂമിനകത്ത് കയറ്റിയിട്ടവനെ വസ്ത്രം ധരിപ്പിക്കുകയാ. കഫം തുണി പൊതിയുന്നത് പോലെ അവൻ ഇഷ്ടമുള്ള വസ്ത്രമല്ല ധരിക്കുന്നത്. കൂട്ടുകാര് പറയും ഇത് നീ ധരിച്ചാ മതി. അല്ലാഹുവേ മയ്യത്ത് പൊതിയുന്നത് പോലെ അവനെ പൊതിയുകയാണ്. എന്നിട്ടൊരു കോമാളിയെ പോലെ എടുത്തുകൊണ്ട് വരികയാ. എന്റെ പ്രിയമുള്ളവരെ, പിന്നെ പറയേണ്ടതില്ലല്ലോ, പിന്നെ പറയേണ്ടതില്ലല്ലോ. അല്ലാഹുവേ പിന്നെ പടച്ചവനെ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന കാഴ്ച വല്ലാത്ത കാഴ്ചയാ. അവസാനം എന്റെ പ്രിയമുള്ളവരെ വിവാഹം കഴിഞ്ഞു, വിവാഹം കഴിഞ്ഞു. പടച്ചറപ്പെ പിന്നെ എഴുന്നള്ളത്തിന് കൊണ്ടുപോകുന്നത് പോലെ ഘോഷയാത്രയാണല്ലോ. മണവാട്ടിയെയും മണവാളനെയും കൊണ്ടുവരുന്ന ഒരു കാഴ്ചയുണ്ട്. പടച്ചവനെ ലോറിക്കകത്ത് കൊണ്ടുവരുന്നവരുണ്ട്, പെട്ടിയാട്ടോയ്ക്കകത്ത് കൊണ്ടുവരുന്നവരുണ്ട്, ചെണ്ടമേളം നടത്തിയിട്ട് കൊണ്ടുവരുന്നവരുണ്ട്. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, എല്ലാം കഴിഞ്ഞു. പാതിരാത്രി 9 മണിയായി, 10 മണിയായി. പുതുമണവാളനും മണവാട്ടിയും മണിയറയ്ക്കകത്തേക്ക് കിടക്കുമ്പോ ആ സമയത്ത് പോലും പടച്ചറപ്പ് പടക്കം പൊട്ടിക്കുന്നവരുണ്ട്, മണിയറയുടെ കട്ടിലിനടിയിൽ കയറിയിരിക്കുന്നവരുണ്ട്. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, നിന്റെ വിവാഹം ഇതുപോലെയാണ് നടക്കുന്നതെങ്കിൽ നിനക്ക് ജനിക്കൂലടാ പൊന്നുമോര്, നിനക്ക് സ്വാലിഹായ മക്കള് ജനിക്കൂല ചെറുപ്പക്കാരാ. എന്റെ സ്നേഹനിധിയായ പെങ്ങള്, വിവാഹം സ്വപ്നം കണ്ട് കഴിയുന്ന പെങ്ങള്, നിന്റെ വിവാഹം ഇതുപോലെയാണെങ്കിൽ നീ 10 പെറ്റാലും നിന്റെ മക്കൾ നിനക്ക് പ്രയോജനം ചെയ്യൂല. കാരണം എന്തെന്നറിയുമോ? പടച്ചവനെ നീ വെച്ചു കൊടുത്ത ബിരിയാണിയും തിന്നിട്ട് കല്യാണത്തിന് പങ്കെടുത്തിട്ട് പോകുന്നവർ മുഴുവനും നിന്നെ ശപിച്ചിട്ടാ പോകുന്നത്. നിന്നെ കുറിച്ചൊരു നല്ല വാക്ക് പോലും പറയാറില്ലല്ലോ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, വിവാഹത്തിന്റെ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ പച്ച വ്യഭിചാരം എന്തെന്നറിയുമോ? അതിന് വാപ്പയും അനുവാദം കൊടുക്കും, ഉമ്മയും അനുവാദം കൊടുക്കും, കൂടപ്പിറപ്പും അനുവാദം കൊടുക്കും. എന്തിന് കെട്ടിയ ഭർത്താവ് പോലും വ്യഭിചരിക്കാൻ അവസരമുണ്ടാക്കി കൊടുക്കുന്ന ഒരു സമയമുണ്ട്. ഏതാ സമയമെന്നറിയുമോ? പടച്ചവര് ഓഡിറ്റോറിയത്തിൽ താലി കെട്ടി കഴിഞ്ഞ പിന്നെ വല്ലാത്ത ഒരു കാഴ്ചയാ. പിന്നെ സെൽഫി എടുക്കാറുള്ള സമയമാ. അല്ലാഹുവേ, മഹ്റ് കൊടുത്ത് വിവാഹം കഴിച്ചവൻ പോലും തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ശരീരത്തെ തൊട്ടിട്ടില്ല. അവനാണെങ്കിൽ കൂട്ടുകാരെന്ന് പറയുന്ന ഒരു വിഭാഗത്തെ വിളിക്കുകയാ. എന്നിട്ട് അല്ലാഹുവേ, കെട്ടിയ പെണ്ണിനെ പിടിച്ച് കണ്ടവന്മാരുടെ നടുക്ക് നിർത്തിയിട്ട് സെൽഫി എടുക്കാൻ നിർത്തിക്കൊടുക്കുന്ന ചെറുപ്പക്കാരാ, പറമോനെ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളുണ്ടല്ലോ, 18 കൊല്ലം അല്ലാഹുവിനെ പേടിച്ച് വ്യഭിചരിക്കാതെ നടന്ന പ്രിയപ്പെട്ട പൊന്നുപോൾ കല്യാണത്തിന്റെ ദിവസം കണ്ടവന്റെ ശരീരത്തോട് ചേർന്ന് നിന്ന് ഫോട്ടോ എടുക്കാൻ അനുവദിക്കുന്ന പെണ്ണ്, നീ രക്ഷപ്പെടുവോ പൊന്നുമോള്? നിനക്ക് നല്ല മക്കള് പിറക്കുവോ പൊന്നുമോള്? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, മണവാട്ടി എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കണമെന്നറിയുവോ? എടാ, കെട്ടുന്ന പെണ്ണെങ്ങനെയായിരിക്കണമെന്നറിയുവോ? ഒരു മണവാട്ടിയെ ഞാൻ പറഞ്ഞു തരട്ടെ. അള്ളാന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് മഹ്ദി ഫാത്തിമ
സ്വർഗത്തിന്റെ റാണിയായ ഫാത്തിമ. പടച്ചവനെ, വിവാഹം കഴിഞ്ഞു. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അലിയാർ തങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല മണിയറക്കകത്തേക്ക് കടന്നു വരികയാ. അതാ തന്റെ മണിയറക്കകത്തേക്ക് കടന്നു കഴിയുമ്പോ അലിയാർ തങ്ങൾ വാതിലടക്കുകയാണ്. വീടിനകത്ത് കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കുണ്ടല്ലോ, അത് പെട്ടെന്നങ്ങ് അണയ്ക്കുകയാ. വീടിനകത്ത് മണിയറക്കകത്ത് വല്ലാത്ത ഇരുള് വരികയാണ്. അല്പം സമയം കഴിയുമ്പോ വസമിഅനാ സൗതൻ ഹനീനാ, ഒരു തേങ്ങിക്കരച്ചിൽ കേൾക്കുകയോ. മണിയറക്കകത്ത് വല്ലാത്ത ഒരു കരച്ചിൽ കേൾക്കുകയോ. അലിയാർ തങ്ങൾ ഓടിച്ചെന്ന് നോക്കുമ്പോ കരയുന്നത് ആരെന്നറിയുമോ? അലിയാർ തങ്ങൾ ഓടിച്ചെന്ന് നോക്കുമ്പോ കരയുന്നത് തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഫാത്തിമ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല മണിയറക്കകത്തിരുന്നിങ്ങനെ കരയുകയാണ്. അലിയാർ തങ്ങൾ ചോദിച്ചു, ഫാത്തിമ എന്തിനാ കരയുന്നത്? നിനക്കെന്നെ ഇഷ്ടമായില്ലേ ഫാത്തിമ? വീടിന്റെ കവാടത്തിൽ എത്രയോ കോടീശ്വരന്മാര് വന്ന് കാത്തു നിന്നല്ലോ, എനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ ഫാത്തിമ? അലിയാർ തങ്ങൾ ചോദിക്കേണ്ട താമസമുണ്ടല്ലോ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല തന്റെ കൈയെടുത്ത് അലിയാർ തങ്ങളുടെ വാപത്തി പിടിച്ചിട്ട് അവിടുന്ന് പറഞ്ഞു, അലിയേ, നിങ്ങളെ ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും ഒരു പെണ്ണുണ്ടോ അലിയേ? എനിക്ക് നിങ്ങളെ വല്ലാത്ത ഇഷ്ടമാ അലിയേ. അലിയാർ തങ്ങൾ ചോദിച്ചു, നീ എന്തിനാ കരയുന്നത്? നീ എന്തിനാ കരയുന്നത്? അലിയാർ തങ്ങളെ, ഇന്നെന്റെ ജീവിതത്തിന്റെ ഒന്നാമത്തെ രാത്രിയാണല്ലോ, ഇന്നെന്റെ ആദിരാത്രിയാണല്ലോ, ഇന്ന് നമ്മൾ ജീവിതം തുടങ്ങുകയാണല്ലോ. ഈ മണിയറക്കകത്തേക്ക് കടന്നു വന്നപ്പോ കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കങ്ങ് അണച്ചു കളഞ്ഞപ്പോ ഈ റൂമിനകത്ത് വല്ലാത്ത ഇരുള് വന്നപ്പോ എനിക്ക് ഓർമ്മ വന്നത് എന്തെന്നറിയുമോ അലിയേ? നമ്മൾ രണ്ടുപേരും പിരിയുന്ന ഒരു ദിവസമുണ്ടല്ലോ. ഒരാള് ദുനിയാവ്, ഒരാള് ഭൂമിയുടെ മുകളില്, ഒരാള് 6 അടി മണ്ണിനകത്ത്. നമ്മൾ രണ്ടുപേരിലും ഒരാള് മരിക്കുന്ന ദിവസമുണ്ടല്ലോ. ഒരാള് മുകളിലും ഒരാള് താഴെയും. അല്ലാഹുവേ, എന്നെ കൊണ്ടുപോയി 6 അടി മണ്ണിനകത്ത് ഇറക്കി വെച്ചിട്ട് എല്ലാവരും പിരിഞ്ഞു പോകുമ്പോ അതിനകത്ത് വല്ലാത്ത ഇരുളാണല്ലോ അലിയേ. അതിനകത്ത് പ്രകാശമില്ലല്ലോ അലിയേ. എനിക്ക് ഖബറോർമ്മ വന്നു അലിയേ. വിവാഹത്തിന്റെ 1-ാമത്തെ രാത്രി അല്ലാഹുവേ സന്തോഷത്തോടെ കയറി വന്ന പ്രിയപ്പെട്ട ഭർത്താവിനോട് മണവാട്ടി പറഞ്ഞു കൊടുക്കുകയാ, എനിക്ക് ഖബറോർമ്മ വന്നു അലിയേ. അലിയേ, മണ്ണറയാണ് അലിയേ മണിയറയാക്കേണ്ടത്. അലിയേ, മണ്ണറയാണ് മണിയറയാക്കേണ്ടത്. അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. അലിയേ, ഇതല്ല അലിയേ, ഇതല്ല. മണ്ണറയാണ് മണിയറയാക്കേണ്ടത്, മണ്ണറയാണ് മറിയറയാക്കേണ്ടത്. അല്ലാഹുവേ, തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് ഖബറിനെ കുറിച്ച്, ഖബറിന്റെ ഇരുളിനെ കുറിച്ച്, ഖബറിന്റെ കെട്ടിപ്പിടുത്തത്തെ കുറിച്ച്, ഖബറിന്റെ വിശാലതയെ കുറിച്ച് അല്ലാഹുവേ പാതിരാത്രി മണിയിലേക്ക് കയറി വന്ന തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് പറഞ്ഞു കൊടുക്കുന്ന ഭാര്യ. എന്നിട്ട് കരഞ്ഞുകൊണ്ട് അലിയാർ തങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് ആ മണവാട്ടി പറഞ്ഞു, അലിയേ, അലിയേ, നമ്മുടെ മണ്ണറ മണിയറയാകണ്ട്, സ്വർണത്തിന്റെ വിരിപ്പിന്റെ മുകളിൽ കിടന്നു ഉറങ്ങണ്ട് അലിയേ. സ്വർഗത്തിന്റെ പരിമളം അടിച്ചു വീശുന്ന ഖബറാകണ്ട് അലിയേ. കാലിന്റെ ഭാഗത്ത് സ്വർഗം തുറന്നു തരുന്ന ഖബറാകണ്ട് അലിയേ. ഉമ്മ സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കുന്നത് പോലെ ഖബറ് നമ്മളെ കെട്ടിപ്പിടിക്കണ്ട അലിയേ. എന്നിട്ട് ഖബറിനകത്ത് വന്ന മലക്കുകൾ പുതുമണവാളം ഉറങ്ങുന്നത് പോലെ നീ ഉറങ്ങിക്കോ എന്ന് പറയുന്നത് കേൾക്കണ്ട അലിയേ. ഇന്ന് നമുക്ക് നിസ്കരിക്കാം അലിയേ, ഇന്ന് നമുക്ക് ഖുർആൻ ഓതാം അലിയേ, ഇന്ന് നമുക്ക് റബ്ബിന്റെ മുന്നിലേക്ക് 2 കൈയും ഉയർത്തിയിട്ട് കരയാം അലിയേ.
എന്ന് പറഞ്ഞു കൊടുത്ത ഒരു മണവാട്ടി. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, മണിയറക്കകത്തേക്ക് കടന്നു ചെന്നപ്പോ നീ കെട്ടിയ നിന്റെ പ്രിയപ്പെട്ട ഭാര്യ അല്ലാഹുവേ ചോദിച്ചിട്ടുണ്ടോ, ഇക്കായിന്ന് നിസ്കരിച്ചിട്ടുണ്ടോ, ഇന്നേതെങ്കിലും ഒരു വഖത്ത് നിസ്കാരം കളയാക്കിയിട്ടാണോ മണിയറയിലേക്ക് കടന്നു വന്നത്? ഏതെങ്കിലും ഒരു പെണ്ണ് ചോദിക്കാറുണ്ടോ? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, കൊതിക്കണമടാ പൊന്നൂര്. ആഡിറ്റോറിയത്തിൽ കണ്ടവന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിം പെണ്ണ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമോളുടെ പുറകിൽ നിന്ന് സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, മരിക്കുന്നതിന്റെ തലേ ദിവസമുണ്ടല്ലോ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മടിത്തട്ടിൽ കിടന്നിട്ട് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല കരഞ്ഞുകൊണ്ട് പറയുന്നു, അലിയാർ തങ്ങള്, ഞാൻ മരിച്ചുപോയാ എന്നെ പകല് കൊണ്ടുപോയി കബറടക്കല്ലോ അലിയേ, എന്നെ രാത്രിയില് കൊണ്ടുപോയി കബറടക്കാവൂ. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോൾ തന്റെ ഭർത്താവിനോട് പറയുകയാ, എന്നെ രാത്രിയില് കബറടക്കാവൂ, പകല് കബറടക്കല്ലോ അലിയേ. അലിയാര് തങ്ങള് കരന്നുകൊണ്ട് ചോദിച്ചു, എന്തേ ഫാത്തിമ, എന്തേ ഫാത്തിമ? അവിടെന്ന് പറയുന്നു, എന്റെ ശരീരം നിങ്ങളല്ലാതെ ഇന്ന് വരെ ഒരു മനുഷ്യനും കണ്ടിട്ടില്ല. എന്നെ പകലാണ് കബറടക്കാൻ കൊണ്ടുപോകുന്നതെങ്കിൽ എന്റെ മയ്യത്ത് പൊതിയുന്നത്, എന്റെ മയ്യത്ത് ചുമക്കുന്നത്, എന്റെ മയ്യത്ത് കബറിൽ ഇറക്കി വെക്കുന്നത് അന്യപുരുഷന്മാരാകുമല്ലോ അലിയേ. എന്റെ മയ്യത്തിങ്ങനെ ചുമന്നു കൊണ്ടുപോകുമ്പോ എന്റെ ശരീരത്തിന്റെ വടിവര് കാണുമല്ലോ അലിയേ. ഈ ഫാത്തിമ ബീവിയുടെ പുറകിൽ നിന്ന് സ്വർഗത്തിൽ പോകാനാ എന്റെ പ്രിയമുള്ള പെങ്ങളെ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് കണ്ടവന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ നിന്നെ കെട്ടിയവനെ പറഞ്ഞാൽ അനുസരിക്കല്ലേ പെങ്ങള്, അനുസരിക്കല്ലേ പെങ്ങള്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട്, പണക്കൊടുപ്പ് കാണിക്കുന്നവരോട്, അഹങ്കാരം കാണിക്കുന്നവരോട്, അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോളുടെ മരണം എങ്ങനെയെന്നറിയുവോ? മരിക്കുന്ന സമയമുണ്ടല്ലോ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മടിയിൽ കിടന്നിട്ട് ഫാത്തിമ കരന്നുകൊണ്ട് പറയുന്നു, അലിയാർ തങ്ങള്, പോവുകയാ അലിയേ, പോവുകയാ അലിയേ, എനിക്കൊന്ന് പൊരുത്തം തരുമോ അലിയേ? എന്തെങ്കിലും ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തപ്പെടണേ എന്ന് തന്റെ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് കരന്നുകൊണ്ട് പറയുമ്പോ അലിയാര് തങ്ങളുടെ വാദ, അലിയാര് തങ്ങൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ വാ പൊത്തിപ്പിടിച്ചിട്ട് അങ്ങനെ പറയല്ലേ ഫാത്തിമ, എനിക്കത് താങ്ങാൻ കഴിയുന്നില്ല ഫാത്തിമ. ഇവരുടെ ജീവിതം എങ്ങനെയെന്നറിയുമോ? അവർക്ക് പണമില്ലായിരുന്നു, അവർക്ക് വാഹനങ്ങളില്ലായിരുന്നു, അവർക്ക് കൊട്ടാരം പോലെയുള്ള വീടില്ലായിരുന്നു, ഒരു നേരം പോലും വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാറില്ലാത്ത കുടുംബമായിരുന്നു. അവരുടെ ചരിത്രം വായിക്കണമോ? അല്ലാഹുവിന്റെ റസൂൽ ഒരു ദിവസം തന്റെ പൊന്നുമോളുടെ വീടിന്റെ മുന്നിലൂടെ നടന്നു പോകുമ്പോ ഫാത്തിമ ബീവിയുടെ വീടിനകത്ത് വല്ലാത്ത കരച്ചിൽ കേൾക്കുകയാണ്. ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല രണ്ടുപേരും വീടിനകത്ത് കിടന്ന് കരയുകയാ. അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചു പറഞ്ഞു, ഫാത്തിമ, മക്കള് കരയുന്നു മോളെ, പാല് കൊടുക്ക് ഫാത്തിമ. അല്ലാഹുവിന്റെ റസൂൽ പള്ളിയിലേക്ക് കടന്നു ചെന്നു. നമസ്കരിക്കുന്ന സമയത്ത് മുഴുവനും കുഞ്ഞുങ്ങളുടെ കരച്ചിലാണ്. നിസ്കാരം കഴിഞ്ഞിട്ട് റസൂലുള്ള വിളിച്ചു പറഞ്ഞു, പാല് കൊടുക്ക് മോളെ. രണ്ടാമതും പറഞ്ഞു, മൂന്നാമതും പറഞ്ഞു. എന്നിട്ടും തന്റെ പൊന്നാര മക്കളുടെ കരച്ചിൽ കേട്ടിട്ട് റസൂലുള്ളാഹിന് വല്ലാത്ത ദേഷ്യം വന്നു. വീട്ടിലേക്ക് ഇറങ്ങി ഓടുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനുണ്ടല്ലോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് ഒരുപാട് വഴക്ക് പറയുകയാ. കരുണയില്ലേ ഫാത്തിമ, നിന്റെ ഹൃദയം കല്ലായി പോയോ? ഈ മക്കള് രണ്ടുപേരും വിശന്ന് വിശന്ന് കരയുമ്പോ നിനക്കൊന്ന് ഭക്ഷണം കൊടുക്കാനൊന്ന് പാല് കൊടുക്കാ നിനക്ക് മനസ്സില്ലാതെ പോയോ ഫാത്തിമ? അല്ലാഹുവിന്റെ റസൂൽ തന്റെ പൊന്നുമോളെ വഴക്ക് പറയും.
പറയുമ്പോ ഫാത്തിമയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. കാരണം വഴക്ക് പറയുന്നത് വാപ്പയാ. ആ ഫാത്തിമ ബീവിയുടെ കണ്ണ് നിറഞ്ഞൊഴുകുകയാണ്. മുഖം പൊത്തി പിടിച്ചിട്ടിരുന്ന് കരയുകയാ. റസൂലുള്ളാഹിനെ സഹിച്ചില്ല. തന്റെ കരളിന്റെ കഷ്ടമാണല്ലോ. അല്ലാഹുവിന്റെ റസൂൽ ഫാത്തിമ ബീവിയുടെ തലയിൽ ഇങ്ങനെ കൈവച്ചിട്ട് ഫാത്തിമ, ഉപ്പാന്റെ പൊന്നുമോൾ എന്തിനാ കരയുന്നത്? എന്റെ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാത്തത്? അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല കരഞ്ഞുകൊണ്ട് പറയുന്ന, ഉപ്പാ ഭക്ഷണം കണ്ടിട്ട് എത്രയോ നാളുകളായി, ഭക്ഷണം കടിച്ചിട്ട് എത്രയോ നാളുകളായി. എന്റെ ഭർത്താവും ഞങ്ങളും പടച്ചിറപ്പേ കാരക്കയും വെള്ളവും കുടിച്ചുകൊണ്ടാണ് കിടക്കുന്നത്. ഞങ്ങളെ നോമ്പാവാ. എന്റെ മക്കള് രണ്ടുപേരും വിശന്ന് കിടന്ന് കരഞ്ഞപ്പോ അവര് പാല് കൊടുക്കുന്നതിന് വേണ്ടി, അവർക്ക് പാല് കൊടുക്കുന്നതിന് വേണ്ടി എന്റെ മാറിടമെടുത്ത് എന്റെ മക്കളുടെ വായിലേക്ക് വെച്ചു കൊടുത്തപ്പോ അവര് പാല് ചുരത്തിയപ്പോ എന്റെ മാറിടത്തിലൂടെ എന്റെ പാല് പറ്റിയിട്ട് രക്തം വരുന്നു. വാപ്പാ, അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണങ്ങ് നിറഞ്ഞു പോവുകയാ. കാരണം പട്ടിണി കിടന്നിട്ട് തന്റെ പൊന്നുമോളുടെ മാറിടത്തിലൂടെ രക്തം ഇങ്ങനെ ഒലിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏത് വാപ്പയ്ക്കാ താങ്ങാ കഴിയാ? അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണങ്ങ് നിറഞ്ഞിട്ട് താടിരോമത്തിലൂടെ കണ്ണുനീരിങ്ങനെ ഒലിക്കുകയാ. എന്ത് ചെയ്യണമെന്നറിയില്ല. അല്ലാഹുവിന്റെ റസൂലും ഉണ്ടാതെ ഇറങ്ങുകയാണ്. വീടിന്റെ വെളിയിൽ ഇറങ്ങിയിട്ട് പഠിച്ചു കിടക്കുന്ന മലരാരണ്യത്തിലൂടെ ലോകത്തിന്റെ നേതാവ് നടക്കുകയാ. അവസാനം ഒരുപാട് നടന്നു. ഒരു യഹൂദിയുടെ ഇന്തപ്പന തോട്ടത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാ, മനുഷ്യ എനിക്ക് എന്തെങ്കിലും ഒരു ജോലി തരുവോ? ആ മനുഷ്യനറിയില്ല ഇത് റസൂലുള്ളയാണെന്ന്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എനിക്ക് എന്തെങ്കിലും ഒരു ജോലി തരുവോ? ആ മനുഷ്യൻ പറഞ്ഞു, എന്റെ ഈ കാണുന്ന ഇന്തപ്പന നിറങ്ങളുണ്ടല്ലോ, വെള്ളം കോരിയിട്ട് നനച്ചാൽ ഒരു തൊട്ടി വെള്ളത്തിന് പകരം 3 കാരക്കന കൂലി തരാമെന്ന് പറയുമ്പോ ഈ ലോകത്തിന്റെ നേതാവ് തൊട്ടിയും കയറമെടുത്തുകൊണ്ട് കിണറ്റിന്റെ ചുവട്ടിലേക്ക് ചെന്നിട്ട് വെള്ളം കോരുകയാ. ഓരോ മരത്തിന്റെ ചുവട്ടിൽ കൊണ്ടുവന്നൊഴിക്കുകയാണ്. 3 തൊട്ടി വെള്ളം കോരി 4ാമത് വെള്ളം കോരുന്നതിന് വേണ്ടി തൊട്ടിയെടുത്ത് കിണറ്റിലേക്ക് ഇടുമ്പോ സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ നിന്ന് തൊട്ടി കിണറ്റിലേക്ക് വീണു പോവുകയാണ്. യഹൂദിക്ക് വല്ലാത്ത ദേഷ്യം തോന്നി. അല്ലാഹുവിന്റെ റസൂലിനെ തല്ലുകയാ. ലോകത്തിന്റെ നേതാവിന്റെ മുഖത്തടിക്കുകയാ. പ്രവാചകനൊന്നും മിണ്ടിയില്ല. കാരണം ഫാത്തിമയുടെ മുഖമാണ് ഓർമ്മ വരുന്നത്. ഹസൻ ഹുസൈൻ തങ്ങളെയാണ് ഓർമ്മ വരുന്നത്. അവസാനം കിണറ്റിനകത്ത് വീണ് പോയ തൊട്ടിയെടുത്ത് അല്ലാഹുവിന്റെ റസൂൽ യഹൂദിയുടെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് ചോദിച്ച്, എന്റെ കൂലിയൊന്ന് തരുവോ? 3 തൊട്ടി വെള്ളം ഞാൻ കോരിയല്ലോ. യഹൂദി 9 കാരക്കയെടുത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ വെച്ച് കൊടുത്തു. റസൂലുള്ള ചിരിച്ചുകൊണ്ട് ഓടുകയാ. തന്നെ തല്ലിയവന്റെ മുഖത്ത് നോക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂല് ചിരിക്കുകയാണ്. എന്നിട്ട് തന്റെ വീട്ടിലേക്ക് ഓടുകയാണ്. ഫാത്തിമ ബീവിയുടെ വീട്ടിലേക്ക് ഓടിച്ചെന്ന് തളർന്നു കിടക്കുന്ന 2 പിഞ്ചു കുഞ്ഞുങ്ങളെ എടുത്ത് മടിയിൽ വെച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ കാരക്ക പൊളിച്ചു കൊടുക്കുകയാ. ആർത്തിയോടെ ഹസനും ഹുസൈനും കഴിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, ബിരിയാണിയല്ല തിന്നുന്നത്, വയറ് നിറച്ച് ഭക്ഷണമല്ല കഴിക്കുന്നത്. ഒരു കാരക്കയുടെ വലിപ്പം എനിക്കും നിങ്ങൾക്കും അറിയാമല്ലോ. അല്ലാഹുവിന്റെ റസൂൽ വെച്ച് കൊടുക്കുമ്പോ ഹസൻ ഹുസൈൻ തങ്ങളെ തിന്നുകയാണ്. അവരുടെ വയറിന്റെ ഉള്ളിലേക്ക് അല്പം ഭക്ഷണം ചെന്നു കഴിഞ്ഞപ്പോ അവര് 2 പേരും ഒന്ന് പുഞ്ചിരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിന് സമാധാനമായി ബാക്കി വന്ന കാരക്കയെടുത്ത് പൊന്നാര മകളുടെ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് ആ വാപ്പ പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ ചെറുപ്പക്കാരാ? അല്ലാഹുവിന്റെ റസൂൽ തന്റെ പൊന്നുമോളോട് അവിടെന്ന് പറഞ്ഞു, മോളെ ഫാത്തിമ, ഭർത്താവിന്റെ മനസ്സ് വേദനിപ്പിക്കല്ലേ ഫാത്തിമ. ആ പ്രിയ
പ്രിയപ്പെട്ട പൊന്നുമോളാട് മരിക്കുന്ന സമയം തന്റെ ഭർത്താവിന്റെ മടിയിൽ കിടന്നിട്ട് പൊരുത്തം ചോദിക്കുകയാ. ഏത് വാപ്പയുടെ മകളെന്നറിയുവോ? അള്ളാന്റെ റസൂല് തന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ, 18 വയസ്സുള്ള പ്രിയപ്പെട്ട ഭാര്യയുടെ മടിത്തട്ടിൽ കിടന്ന് ആ ഭാര്യയുടെ നെഞ്ചത്ത് ഇങ്ങനെ ചാരിയിരുന്നിട്ട് വാപ്പ ലോകത്തോട് യാത്ര പറയുകയാ. ആ വാപ്പയുടെ പൊന്നുമോള് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മടിയിൽ കിടന്ന് പൊരുത്തം ചോദിച്ചിട്ട് പോയെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ പ്രായമുള്ള ഈ പാതിരാത്രി ഒരുമിച്ച് കൂടിയ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, മോനെ നല്ല മക്കള് വേണോടാ, നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മക്കള് വേണോ? അല്ലാഹുവേ നിന്റെ ഖബറിന്റെ ചാരത്ത് നിന്ന് പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്യുന്ന ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കള് നിനക്ക് വേണോ? ഒന്ന്, പെണ്ണ് കെട്ടുന്ന സമയത്ത് അവൾക്ക് ദീനുണ്ടോ എന്ന് നോക്കണേ മോനെ. രണ്ട്, നിന്റെ വിവാഹം അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട പള്ളിക്കകത്ത് വെച്ച് നടത്തണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ. എന്താ ബോറടിച്ചു തുടങ്ങിയ? ബോറടിച്ചു തുടങ്ങിയ 10:15 കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് എന്ത് നിർത്താറായ? 1.25 മണിക്കൂറായില്ലേ? 9 മണിക്കൂർ തുടങ്ങി. ഇൻഷാ അല്ലാഹ് 10:30 ആകാറായി. നിർത്താറായ? പറ മനുഷ്യന്മാരെ, നിർത്താറായ? ഞാൻ എന്തായാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ച് ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഇവിടെ വരെ വന്നു. ഇനിയിപ്പോൾ രാത്രി അങ്ങ് തിരുവനന്തപുരം വരെ ഓടിക്കാൻ പോയി. ഇവിടെ കാണാൻ കിടന്നുറങ്ങിയിട്ട് രാവിലെ പോത്തേ ഉള്ളൂ. അപ്പൊ എന്ത് വേണം? കല്യാണം കഴിഞ്ഞ് നിൽക്കല്ലേ, ഒന്ന് മണിയറയ്ക്കകത്ത് കയറണ്ടേ, എന്നിട്ട് പോകാം. ഷാദ കുറച്ചു നേരം കൂടി ഇരുന്നൂടെ? കുറച്ചു നേരം കൂടി ഇരുന്നൂടെ? ബാക്കിയും കൂടെ കേൾക്കണമെന്ന് ആഗ്രഹമുള്ളവരൊന്ന് കൈവക്കിക്ക്. പൊക്കിക്ക് കുഴപ്പമൊന്നുമില്ല. ഈ മുത്തല്ലിങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ള പൈസയും ഞാൻ ചോദിക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് പൊക്കിക്കോണം. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അല്ലാതെ വാരിക്കൂട്ടി വെച്ചിട്ട് എന്ത് കിട്ടാനാ? നിന്റെ മക്കൾ നിന്നെ നോക്കൂ. വാരി സമ്പാദിച്ചു വെച്ചിരിക്കുന്നത് വെച്ചിട്ട് നിനക്കെന്നാ കിട്ടാനാ? നിന്റെ മക്കൾ മരിച്ചാൽ മയ്യത്ത് പോലും കുളിപ്പിക്കാൻ അറിയത്തില്ല. ഓന് വേണ്ടി കൊടുത്തിട്ട് എന്ത് കിട്ടാനാ? അറിയോ? കഷ്ടപ്പെട്ട് വീട്ടിൽ കുറെ എണ്ണത്തിനെ പോറ്റി വളർത്തുന്നില്ലേ? ഓന് നിന്റെ മയ്യത്തെങ്ങനെ കുളിപ്പിക്കാൻ അറിയോ? പള്ളിയിൽ കൊണ്ട് വെക്കുമ്പോ ഉസ്താദ് നിസ്കരിക്കും, അവൻ പുറകെ നിന്ന് കൈയിട്ടും. അല്ലാതെ ഉസ്താദിനോട് പറയത്തില്ല ഞാൻ കെട്ടാൻ, അവൻ അറിയില്ല. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇരിക്കണ മക്കളെ കാണത്തുള്ളൂ നിങ്ങളെയൊക്കെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ കല്യാണം കഴിഞ്ഞു, രണ്ടുപേരും മണിയറയ്ക്കകത്ത് കയറി. മണിയറയ്ക്കകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ വലിയ ചർച്ചയാണ്. ഭാര്യയും ഭർത്താവും കൂടി ഇങ്ങനെ ചർച്ച ചെയ്യാം. പഴയ കെട്ടുകളൊക്കെ അഴിക്കും, പഴയ കെട്ടുകളൊക്കെ അഴിക്കും. എന്നിട്ട് ഇവർക്ക് എത്ര മക്കൾ വേണം? കല്യാണം കഴിച്ച് മണിയറ കയറി ഇരുന്നതേ ഉള്ളൂ, അപ്പോഴേ മക്കളുടെ കാര്യം ചർച്ച ചെയ്യും. പക്ഷെ ഇന്ന് ഇതൊക്കെ പണ്ടത്തെ കാര്യം പറയണേ, ഇപ്പൊ ഇതൊന്നുമില്ല. ഇതൊക്കെ പണ്ടത്തെ കാര്യം. ഇപ്പൊ പിന്നെ കല്യാണ പയ്യനും പെണ്ണിനും ചോദിക്കാനൊന്നുമില്ല. കാരണം കല്യാണത്തിന്റെ മുമ്പേ എല്ലാം ചോദിച്ചു വെച്ചിരിക്കുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പെണ്ണ് വന്നു 18 കൊല്ലം 19 കൊല്ലം അള്ളാനെ പോറ്റി അള്ളാഹുവെ പേടിച്ച് വളർത്തൊരു പൊന്നുമോളെ. സ്കൂളിൽ പഠിക്കണ കാലത്തെങ്ങാനും വീട്ടിലൊരു മിസ് കോള് വന്ന ഉമ്മ മകളെ പിടിച്ചു നിർത്തിയിട്ട് ചോദിക്കാരാ വിളിച്ചത് അല്ലേ? തന്റെ പ്രിയപ്പെട്ട 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന, +1 പഠിക്കുന്ന, +2 പഠിക്കുന്ന ഒരു പൊന്നുമുക്ക് ഒരു മിസ് കോള് വന്ന വാപ്പയും ഉമ്മയും ചോദിക്കും. പക്ഷെ ഏതെങ്കിലും ഒരുത്തം വന്നിട്ട് മോളെ കണ്ടു, ഇഷ്ടപ്പെട്ടു, കല്യാണം ഉറപ്പിച്ചൊന്നുമില്ല, ഒരു മോതിരം കയ്യിലിട്ടിട്ട് പോകും. ഒരു മോതിരവോ ഒരു മാലയോ അങ്ങനെ ഇട്ടിട്ട് പോകും. അവിടെ അങ്ങനെ ഉണ്ടല്ലോ, എന്താ പറയാ, വളയിടിയിൽ നടത്തി കഴിഞ്ഞാ പിന്നെ ഇവൻ ഫോൺ വിളിക്കുമ്പോ ഉമ്മ എടുത്തുകൊണ്ട് മോളുടെ കൈ കൊടുത്തിട്ട് പറയും, ആ വിളിക്കുന്നത് വ്യഭിചരിച്ചോ എന്ന്. നിങ്ങൾ സ്വന്തം ചിന്തിക്ക്. കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല, ഒരുത്തം വന്ന് കണ്ടിട്ട് ഒരു 2 ഗ്രാമിന്റെ മോതിരം ഇട്ടിട്ട് പോയതേ ഉള്ളൂ. ഉമ്മ കൊണ്ട് കൊടുത്തിട്ട് പറയും, എന്നാ മോളെ വിളിച്ചോ. അവൻ വിളിക്കുന്ന സുള്ളിക്ക് എത്ര വേണമെങ്കിലും അല്ലേ? പാപ്പ മിണ്ടൂല, ഉമ്മ മിണ്ടൂല. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പാപ്പ നിന്നെ അള്ളാഹ് വെറുതെ വിടത്തില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നീ ഒരിക്കലും രക്ഷപ്പെടുമെന്ന് നീ സ്വപ്നത്തിൽ പോലും കരുതുണ്ട. എന്തിനാ നീ ഇത് മാത്രം ചെയ്യണേ? നിന്റെ ബെഡ്റൂമും കൂടെ മൂക്കും അവനെ കൂടെ വിളിച്ചിട്ട് അങ്ങ് കൂടെ നിക്കാഹൊക്കെ പിന്നെ ഇത്രയും ചെയ്യാമെങ്കിൽ പിന്നെ അത് മാത്രം എന്തിനാ നിർത്തി വെക്കണേ? എന്റെ പ്രിയപ്പെട്ട ഉമ്മയോട് നിന്റെ ബെഡ്റൂമും കൂടെ മണിയറയും കൂടെ ഒരുക്കിയിട്ട് കയറ്റി രണ്ടിനെ വിട്. നിക്കാഹൊക്കെ പിന്നെ മക്കളായിട്ടായാലും നടത്തിയാൽ മതിയല്ലോ. ബാക്കിയൊക്കെ നിനക്ക് അനുവദനീയമല്ലേ? അള്ളാഹു നിന്നെയൊക്കെ വെറുതെ വിടത്തില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാന്റെ റസൂല് പറഞ്ഞു, നാളെ പടച്ചവന്റെ പരലോകത്തിലെ ഏറ്റവും വൃത്തികെട്ടവന് 3 വിഭാഗമാണ്. അള്ളാഹു കരുണ കാണിക്കില്ല, മുഖത്ത് നോക്കില്ല, ഒരു ദയയുടെ നോട്ടം പോലും കിട്ടാത്ത 3 വിഭാഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഞാൻ പറയുമ്പോ ഇഷ്ടപ്പെടൂല, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഞാൻ പറയും നബി മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ എന്നെ കൂടിപ്പോയ തല്ലുമായിരിക്കില്ലേ? ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോ എന്നെ തല്ലുമായിരിക്കും. മരിച്ച സ്വർഗം കിട്ടും. ഇത്തിരി നേരത്തെ പോയാൽ അത്രയും നല്ലത്. എന്തിനാ ഇങ്ങനെ ജീവിക്കണേ?
ഉള്ള നേരത്തെ പോയി ഞങ്ങൾ ചായക്ക് ഇതായിരിക്കണം ഉസ്താദ് എത്ര കൊല്ലം കണ്ടിരിക്കണ് ഉസ്താദ് എത്ര വയസ്സുണ്ട് ഉസ്താദ് 60-70 കണ്ട 60 കഴിഞ്ഞു എന്നെക്കാളും 30 വയസ്സ് കൂടുതലാണ് ഞാനിപ്പം മരിച്ച 15 മുതൽ ഇങ്ങോട്ടുള്ളത് പറഞ്ഞാൽ മതി ഉസ്താദ് എന്നെക്കാളും എത്ര കൊല്ലം കൂടുതൽ പറയേണ്ടി വരും നിങ്ങൾ ചിന്തിക്ക് എന്റെ മനുഷ്യന്മാരെ ഉള്ള നേരത്തെ പോയി അത്രയും നല്ലത് ഷഹീദിന്റെ കൂലി കിട്ടും അള്ളാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒക്കെ പറഞ്ഞു അള്ളാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മരിക്കുമ്പോഴും വെറുതെ പോകരുത് അന്തസ്സോടെ പോണം ജീവിക്കുമ്പോൾ മാത്രമല്ല അന്തസ്സോടുകൂടി ജീവിക്കേണ്ടത് മരിക്കുമ്പോഴും അന്തസ്സുള്ളവനെ പോലെ മരിക്കണം അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അന്തസ്സുള്ളവനെ പോലെ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഈ സദസ്സിരിക്കണ ആർക്കെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ എല്ലാവർക്കും അറിയില്ലേ അറിയാം പിന്നെന്തിനാ മരിക്കാൻ കിടക്കണ മനുഷ്യൻ്റെ ഒക്കെ പോയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കണത് മരിക്കാൻ കിടക്കുന്ന ഒരു മനുഷ്യന്റെ അടുക്ക പോയിട്ട് ഇത് പറഞ്ഞു കൊടുക്കണം ഓൻ അറിയാഞ്ഞിട്ടാ ഓർമ്മപ്പെടുത്താ എന്റെ ചങ്ങായിമാരെ മരിക്കുമ്പോൾ ആരെങ്കിലും പറഞ്ഞു തരുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് കേട്ടിട്ടല്ല മരിക്കേണ്ടത് ആരെങ്കിലും അടുത്തു വന്ന് നിന്ന് പറഞ്ഞു തരുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് കേട്ട് പറഞ്ഞിട്ടല്ല മരിക്കേണ്ടത് മരിക്കുമ്പോ എങ്ങനെ മരിക്കണമെന്നറിയോ നിന്റെ റൂഹ് പിടിക്കാൻ വരുന്ന മലക്കിന്റെ നെറ്റിയിൽ ഷഹാദത്ത് കലിമ എഴുതി വെച്ചിട്ടുണ്ട് അത് വായിച്ചിട്ട് മരിക്കണം അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ അതാ മരണം അസ്റായിലിന്റെ നെറ്റിത്തടത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ഷഹാദത്ത് കലിമ അങ്ങോട്ട് വായിക്കണം എന്നിട്ട് പോകണം അള്ളാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആഗ്രഹണ്ട അത് വായിച്ചിട്ട് പോകാൻ ആഗ്രഹണ്ട കൈവക്കിക്കേ എന്താ പവർ 3 കാര്യം ജീവിതത്തിൽ ചെയ്യും നിനക്ക് അല്ലാഹു ആ ഭാഗ്യം തരുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ 3 കാര്യം ജീവിതത്തിൽ ചെയ്യണം അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാർ സമയമുണ്ടേ പറയാം എന്റെ വിഷയമല്ല സമയമുണ്ടെങ്കിൽ ഞാൻ പറയാം അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ 3 വിഭാഗത്തോട് അല്ലാഹു കരുണ കാണിക്കില്ല അതിൽപ്പെട്ട ഒരു വിഭാഗം തന്റെ ഭാര്യയും മക്കളും തെറ്റ് ചെയ്യുന്നത് കണ്ടപ്പോ ആ തെറ്റിനെ നിസാരമായി കാണുന്ന വാപ്പ നിന്നെ അല്ലാഹു വെറുതെ വിടത്തില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ അതുകൊണ്ട് മോളെ വിക്കാഹ് കഴിഞ്ഞിട്ടുള്ള വിളിയൊക്കെ മതി നിന്റെ വാപ്പ എത്ര വിളിക്കാൻ തന്നിട്ടുണ്ട് നിന്റെ വാപ്പ നിനക്ക് എത്ര വിളിക്കാൻ തന്നിട്ടുണ്ട് കല്യാണത്തിന്റെ അന്നല്ലേ മനുഷ്യനെ കണ്ടത് ആ നല്ല വാപ്പയുടെ മകളായ നീ എന്താ ഇങ്ങനെ ആയിപ്പോയി അപ്പച്ചി നീ നിന്റെ ഭാര്യ അടുത്ത് എത്ര വിളിച്ചിട്ടുണ്ട് ഉമ്മാനെ മണിയറയിൽ വെച്ച് കണ്ട എത്രയോ ചെറുപ്പക്കാരുണ്ടല്ലേ ഇത്രയും നല്ല ജീവിതം നിനക്ക് അല്ലാഹു തന്നിട്ട് നിനക്ക് മക്കളെ കിട്ടിയപ്പോ നീ തലതിരിഞ്ഞു പോയല്ലോ അല്ലാഹു ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാഹു ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് സ്വാലിഹായ മക്കളെ കിട്ടണമെങ്കിൽ 3 സ്വാലിഹായ മക്കളെ കിട്ടണമെങ്കിൽ 3 അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ എന്റെ പ്രിയമുള്ളവരെ വെറുതെ കിട്ടില്ല സ്വാലിഹായ സന്താനത്തിന് നിനക്ക് വെറുതെ കിട്ടില്ല അതാ ഭാര്യയും ഭർത്താവും മണിയറക്കകത്ത് കയറിയിട്ട് പടച്ചവര് അവരുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും എല്ലാം പൂവണിയാ സമയങ്ങളായി ആ സമയത്ത് അവർ ചെയ്യേണ്ട 3ാമത്തെ കാര്യം എന്തെന്നറിയുവോ റബ്ബി ഹബിലി മിനസ്സാ അവർ അല്ലാഹുവിനോട് ദുആ ചെയ്യണം പടച്ച റബ്ബിനോട് ദുആ ചെയ്യണം ഞങ്ങൾ രണ്ടുപേരും ജീവിതത്തിന് തുടക്കം കുറിക്കുകയാ പടച്ചവരെ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സന്താനങ്ങൾ ഞങ്ങൾക്ക് തരണേ എന്ന് ദുആ ചെയ്യണമെന്ന് റസൂലുള്ളാഹി തങ്ങളെ പഠിപ്പിക്കുമ്പോ ദുആ ചെയ്തിട്ട് മക്കളെ വാങ്ങണം ദുആ ചെയ്തിട്ട് മക്കളെ വാങ്ങണം അങ്ങനെ ഒരു വാപ്പ ഒരു മകനെ വാങ്ങി വാപ്പ ദുആ ചെയ്തിട്ട് തുടങ്ങിയിട്ടൊരു പൊന്നുപോലെ കിട്ടി ഏത് പൊന്നുമോനെന്നറിയുവോ ആ മകന്റെ ചരിത്രം വായിക്കുമ്പോ ഒരു മനുഷ്യനും കരയാതിരിക്കാൻ പറ്റൂല ആ പൊന്നുമോന്റെ ചരിത്രം വായിക്കുമ്പോ ഏത് കഠിന ഹൃദയമുള്ളവന്റെയും കണ്ണും നിറയുമല്ലോ അവന്റെ മനസ്സൊന്ന് പതറുമല്ലോ ഏത് വാപ്പയാ ദുആ ചെയ്തത് മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ 9 വയസ്സുള്ള മറിയം ബീവി പടച്ചവന്റെ പള്ളിയുടെ മിഹ്റാബിനകത്തിരുന്ന് പഴങ്ങൾ തിന്നുകൊണ്ടിരിക്കുമ്പോ സക്കരിയാ നബി അലൈഹിസ്സലാം പള്ളിക്കകത്തേക്ക് കടന്നു ചെല്ലുമ്പോ ആ സമയത്തെങ്ങും കിട്ടാത്ത ആ നാട്ടിലെങ്ങും കിട്ടാത്ത പഴങ്ങൾ തിന്നുകൊണ്ടിരിക്കുന്ന മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയോട് സക്കരിയാ നബി ചോദിച്ചു ഖാലയാ മറിയം അന്നാ ലകി ഹാദാ ഖാല ഹുവ മിൻ ഇൻദില്ലാഹ്
മോളെ മറിയമേ, ഈ പഴങ്ങൾ എവിടെ നിന്നാണ് മറിയമേ? ഇതൊന്നും ഈ നാട്ടിൽ കിട്ടില്ലല്ലോ, ഈ സമയത്ത് ഉണ്ടാകുന്ന പഴങ്ങളല്ലല്ലോ. എവിടെ നിന്നാണ് കിട്ടിയതെന്ന് ചോദിക്കുമ്പോ മറിയമെന്ന പൊന്നുമോൾ അവിടെ നിന്ന് പറഞ്ഞെനിക്കെന്നെ പടച്ച റബ്ബെനിക്ക് തന്നതാ. സക്കരിയാ നബി അലൈഹിസ്സലാം അവിടെ നിന്നുകൊണ്ട് പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് അവിടെ നിന്നൊരു ദുആ ചെയ്ത് ഖുർആൻ പറയുന്നുണ്ട്. സക്കരിയാ നബി അല്ലാഹുവോട് പറഞ്ഞു, അല്ലാഹ് സ്വാലിഹായ സന്താനത്തെ എനിക്ക് തരണേ അല്ലാഹ്.